ഹലോ, വെൽക്കം ടു ഇംപ്രൻസ് അക്കാദമി. നമ്മൾ ഇന്നും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആണ്. അപ്പോൾ മുൻപുള്ള വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള വീഡിയോസും കൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ എൻഡോക്രൈനോളജിയാണ് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കഷന് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി അഡീസൻസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡെഫിഷ്യൻസി ഡിസോർഡറിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല ലൈസൻസിങ് എക്സാമിനും ഞാൻ അഡിസൻസ് ഡിസീസിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അപ്പോൾ അതിൽ കുട്ടികൾക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ഈ ഹോർമോണൽ ഇംബാലൻസുകളും ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസുകളും ക്ലബ്ബ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. പല കുട്ടികളും പറയുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ പെട്ടെന്ന് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. സോ നമുക്കിന്ന് അഡിസൻസ് ഡിസീസിന്റെ 1-2 ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് തിയറി നമുക്ക് പറഞ്ഞിട്ട് ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി അഡിസൻസ് ഡിസീസ് എന്നുള്ള കണ്ടീഷനാണ് ഡിസ്കഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളൊരു പടം കാണുന്നുണ്ട്. കിഡ്നിയാണ്. കിഡ്നിയുടെ മുകളിൽ ഒരു ചെറിയ ഗ്രന്ഥി, ഒരു ഗ്ലാൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് അഡ്രീനൽ ഗ്ലാൻഡ്. ഒരു കിഡ്നിയുടെ മുകളിൽ ഒരു ക്യാപ്പ് വെച്ചതുപോലെയാണ് അഡ്രീനൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഈ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇത്. കണ്ടോ, ഇവിടെ കോർട്ടെക്സ്, മെഡുല എന്നൊക്കെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡിനെ ഡിസ്ക്രിപ്റ്റീവ് പർപ്പസിന് വേണ്ടി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഔട്ടർ പോർഷൻ ഇസ് കോർട്ടെക്സ്, ഇന്നർ പോർഷൻ ഇസ് മെഡുല. ഓക്കെ, ഈ രണ്ട് പാർട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൽ വ്യത്യാസമുണ്ട്. കോർട്ടെക്സും മെഡുലയും സെപ്പറേറ്റ് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതില്ല, ഇന്നർ Medulla produces 2 hormones, epinephrine and norepinephrine. നമ്മൾ അനാറ്റമി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിസിയോളജിയിലൊക്കെ പറയുന്നതാണ് നമ്മുടെ ബോഡിയുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും ആണ്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഹോർമോൺസിനെ പറ്റി പറഞ്ഞു പോകുന്നില്ല, കാരണം അഡിസൻസ് ഡിസീസ് എക്സ്ക്ലൂസീവ്ലി അഡ്രിനൽ കോർട്ടെക്സിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. ഓക്കെ, ആൻഡ് അഡ്രിനൽ കോർട്ടെക്സ് 3 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺസ്. അതില് അഡിസൻസ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും ഡെഫിഷ്യന്റ് ആണ്. നിങ്ങൾ ഒരു നോട്ട്ബുക്ക് ഉപയോഗിച്ചിട്ടാണ് എന്റെ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡൗൺ അഡിസൻസ് ഡിസീസ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഇസ് ഡെഫിഷ്യൻസി ഓഫ് അഡ്രീനൽ കോർട്ടെക്സ് ഹോർമോൺസ്. ഏതൊക്കെ ഹോർമോൺസിന്റെ ആം? കോർട്ടിസോൾ ആൻഡ് ആൽഡോസ്റ്റിറോൺ. അടുത്ത കാര്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ 2 ഹോർമോൺസും എന്താണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. ഓക്കെ, സോ കോർട്ടിസോൾ ബോഡിയിൽ പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇത് കോർട്ടിസോൾ. ഇറ്റ് സിന്തസൈസസ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. എഴുതി വെച്ചോളൂ, നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് കോർട്ടിസോൾ. മറ്റൊരെണ്ണം നമുക്ക് ഓൾറെഡി അറിയാം, ഇൻസുലിൻ and glucagon. Okay, അടുത്ത ഹോർമോൺ which is deficient in Addison's disease is aldosterone. ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത് ബോഡിയുടെ സോൾട്ട് വാട്ടർ ബാലൻസ് ആണ്. എന്ന് പറഞ്ഞാൽ സോഡിയത്തിനെയും വാട്ടറിനെയും റീറ്റെയിൻ ചെയ്യുകയും പൊട്ടാസ്യത്തിനെ എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഹോർമോണാണ്. ഒന്നുകൂടി പറയാം, സോഡിയം ആൻഡ് വാട്ടറിനെ റീറ്റെയിൻ ചെയ്യുകയും പൊട്ടാസ്യത്തിനെ എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അഡിസൻസ് ഡിസീസിൽ കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും ഡെഫിഷ്യന്റ് ആണ് എന്ന് പറയുമ്പോൾ കോർട്ടിസോൾ ഇല്ലാത്തത് കൊണ്ട് ഗ്ലൂക്കോസ് ലെവല് കുറവായിരിക്കും. ആൽഡോസ്റ്റിറോൺ ഇല്ലാത്തത് കൊണ്ട് സോഡിയത്തിന്റെ ലെവല് കുറവ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോനട്രീമിയയും പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതൽ, കാരണം പൊട്ടാസ്യത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് ഹൈപ്പർ കാലീമിയയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഗ്ലൂക്കോസ് കുറവ്. 2, സോഡിയം കുറവ്, പൊട്ടാസ്യം കൂടുതൽ. ഈ 3 പോയിന്റുകൾ അഡിസൻസ് ഡിസീസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എങ്കിലാണ് പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അഡിസൻസ് ഡിസീസിലെ മിക്ക ക്വസ്റ്റ്യൻസും അവര് ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ആണ് ചോദിക്കുന്നത് കൂടുതലും. ഓക്കെ, ഇനി അഡിസൻസ് ഡിസീസ് വളരെ സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും ഓൾറെഡി അഡിസൻസ് ഡിസീസ് ഉള്ള രോഗികൾക്ക് സിവിയർ സ്ട്രെസ്, ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോലും പോകും. ദാറ്റ് ഇസ് അഡിസോണിയൻ ക്രൈസിസ്. ഈ അഡിസോണിയൻ ക്രൈസിസിന്റെ മോസ്റ്റ്
ക്ലാസിക് സിംറ്റം എന്താന്ന് ചോദിച്ചാൽ അബ്ഡോമിനൽ പെയിൻ ആണ്. സിവിയർ അബ്ഡോമിനൽ പെയിൻ. സിവിയർ അബ്ഡോമിനൽ പെയിൻ ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ മേജർ സിംറ്റം ഓഫ് അഡിസോണിയൻ ക്രൈസിസ്? എന്താണ്? സിവിയർ അബ്ഡോമിനൽ പെയിൻ. അപ്പൊ അഡിസൻസ് ഡിസീസിനെ പറ്റി കുറച്ച് പോയിന്റുകൾ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി കിട്ടി. ഒന്ന്, എന്താണ്? അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ ഡെഫിഷ്യൻസി ആണ്. ഏതൊക്കെയാണ് ഹോർമോൺസ്? കോർട്ടിസോളും ആൽഡോസ്റ്റിറോണുമാണ്. കോർട്ടിസോൾ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യുന്നു? സോൾട്ട് ടു വാട്ടർ ബാലൻസ്. അതില് എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാസ്യം ആൻഡ് റിട്ടൻഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ. ഇപ്പൊ കോർട്ടിസോൾ കുറഞ്ഞാൽ ഷുഗർ കുറയും. ആൽഡോസ്റ്റിറോൺ കുറഞ്ഞാൽ ലോ സോഡിയം ആൻഡ് ഹൈ പൊട്ടാസ്യം ലെവൽ ഉണ്ടാകും. ഓക്കെ, ആൻഡ് കോംപ്ലിക്കേഷൻ ഓർ എക്സാസർബേഷൻ ഓഫ് അല്ലെങ്കിൽ സീരിയസ് സ്റ്റേജ് ഓഫ് അഡിസൻസ് ഡിസീസസ് അഡിസോണിയൻ ക്രൈസിസ്. സിംറ്റം ഇസ് സിവിയർ അബ്ഡോമിനൽ പെയിൻ. Okay, let's see a question. A client with diagnosis of Addisonian crisis is being admitted to the ICU, intensive care unit. Which finding will the interprofessional healthcare team focus on? Select all that apply. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ ഫൈൻഡിങ്സ് ആണ് അഡിസോണിയൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അഡിസൻസ് ഡിസീസ് വളരെ സീരിയസ് ആയി നിൽക്കുവാണ് കാണാൻ പറ്റുന്നത്? ഓപ്ഷൻസ്: hypotension, leukocytosis, hyperkalemia, hypercalcemia, hypernatremia. അഡിസോണിയൻ ക്രൈസിസ് അല്ലെങ്കിൽ സിവിയർ സ്റ്റേജ് ഓഫ് അഡിസൻസ് ഡിസീസിൽ നമുക്ക് ഓൾറെഡി പറയാം കോർട്ടിസോൾ വളരെ കുറവാണ്, ഷുഗർ കുറവായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. രണ്ടാമത്തേത് നമ്മുടെ ഏതാണ്? കോർട്ടിസോൾ കുറഞ്ഞാൽ ഷുഗർ കുറയും. രണ്ടാമത് ആൽഡോസ്റ്റിറോൺ വളരെ കുറവാണ്, കുറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ നടക്കില്ല, അപ്പോ ലോ സോഡിയവും BP കുറയുന്ന അവസ്ഥയും ഉണ്ടാകും. ഹൈപ്പോ ടെൻഷൻ ഓൾറെഡി ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഉത്തരം ഹൈപ്പോ ടെൻഷൻ ആണ്. ഹൈപ്പോനട്രീമിയ ഉണ്ടോ? ഓപ്ഷൻസിൽ ഇല്ല. ആൻഡ് പൊട്ടാസ്യത്തിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? വൺ ഓഫ് ദി മേജർ റോൾ ഓഫ് ആൽഡോസ്റ്റിറോൺ ഈസ് എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാസ്യം. അത് നടക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ പൊട്ടാസ്യം കെട്ടിക്കിടക്കുകയും hyperkalemia ഉണ്ടാവുകയും ചെയ്യും. So the answers in Addisonian crisis, among the following options, we can find out hypotension and hyperkalemia. Hyponatremia ഉണ്ട്, പക്ഷെ ഓപ്ഷൻസിൽ അത് കൊടുത്തിട്ടില്ല. Okay, that's it. Next question. Aldosterone secretion in response to fluid loss. ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. Will result in which of the following electrolyte imbalance? നമ്മുടെ ബോഡിയിൽ ആൽഡോസ്റ്റിറോൺ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സോഡിയം വാട്ടർ റീറ്റെയിൻ ചെയ്യും, പൊട്ടാസ്യത്തിനെ എക്സ്ക്രീറ്റ് ചെയ്യും അല്ലെ? അപ്പം ആൽഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യപ്പെട്ടാൽ പൊട്ടാസ്യം എക്സ്ക്രീഷൻ ആണ് നടക്കുന്നത് അല്ലെ? അപ്പൊ എന്ത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ് സംഭവിക്കുന്നത്? ഹൈപ്പോകാലീമിയ. ആൽഡോസ്റ്റിറോണിന്റെ റോളാണ് എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാസ്യം. ആൽഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ അല്ലെ? സെക്രീറ്റ് ചെയ്യപ്പെട്ടാൽ സോഡിയം ആൻഡ് വാട്ടർ റീറ്റെയിൻ ചെയ്യും. എന്നുവെച്ചാൽ ഹൈപ്പർ നാട്രീമിയയും നോർമൽ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഹയർ ബ്ലഡ് ഷുഗർ, അത് രണ്ടും ഓപ്ഷൻസിൽ ഇല്ല. പൊട്ടാസ്യത്തിനെ എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഹൈപ്പോകാലീമിയ ഉണ്ടാകും. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ആണ് അഡിസൻസ് ഡിസീസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഹൈപ്പോകാലീമിയ, ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ ബോഡിയിൽ ഹൈപ്പോകാലീമിയ ആണ് ഉണ്ടാകുന്നത്. പൊട്ടാസ്യത്തിനെ എക്സ്ക്രീറ്റ് ചെയ്യും. ആൽഡോസ്റ്റിറോൺ ഇല്ലെങ്കിൽ പൊട്ടാസ്യം എക്സ്ക്രീറ്റ് ചെയ്യില്ല, പൊട്ടാസ്യത്തിന്റെ അളവ് കൂടും. ഇറ്റ് വിൽ ലീഡ്സ് ടു ഹൈപ്പർകാലീമിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Nurse is caring for a client with a diagnosis of Addison's disease. Nurse is monitoring the client for signs of Addisonian crisis. So, nurse should assess the client for which manifestation of Addisonian crisis. എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു? One of the major clinical feature of Addisonian crisis is severe abdominal pain. So, what is the answer? ഓപ്ഷൻ ഡി. ഡയാഫോറസിസ് അല്ല, അജിറ്റേഷൻ അല്ല, റെസ്റ്റ്ലെസ്നെസ് അല്ല. മേജർ ഫൈൻഡിങ് എന്താണ്? സിവിയർ അബ്ഡോമിനൽ പെയിൻ ആണ്. മൈൽഡ് ഫോമിൽ അജിറ്റേഷനും റെസ്റ്റ്ലെസ്നെസ്സും അഡിസോണിയൻ ക്രൈസിസിൽ വരാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന സിംറ്റം
സിവിയർ അബ്ഡോമിനൽ പെയിൻ ആണ് മേജർ മാനിഫെസ്റ്റേഷൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A patient with Addison's disease is admitted to the medical ward. What is the appropriate action? ഒരു രോഗിക്ക് അഡിസൺസ് ഡിസീസ് ആണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യും? You will give a calm environment. You will give him bed rest. You will maintain activities. You will give a good nutrition. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. അഡിസൺസ് ഡിസീസിൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാകരുത്. ലൈക്ക് സ്ട്രെസ്, ഇൻഫെക്ഷൻസ് എന്നിവ പോലുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായാൽ അത് എന്തിലേക്ക് പോകും? അഡിസോണിയൻ ക്രൈസിസിലേക്ക് പോകും. സോ വി ഷുഡ് ഓൾവേസ് ഗിവ് എ കാം ആൻഡ് ക്വയറ്റ് എൻവിറോൺമെന്റ്. ഒരു ക്രൗഡഡ് ആയിട്ടുള്ള നോയ്സി ആയിട്ടുള്ള എൻവിറോൺമെന്റ് അഡിസൺസ് ഡിസീസ് ഉള്ള പേഷ്യന്റിന് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ട്രിഗർ ദ കണ്ടീഷൻ ആൻഡ് വിൽ ലീഡ്സ് ടു അഡിസോണിയൻ ക്രൈസിസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഗീവ് എ കാം എൻവിറോൺമെന്റ്. പേഷ്യന്റിന്റെ അഡിസൺസ് ഡിസീസ് ഉള്ള പേഷ്യന്റിന്റെ സ്ട്രെസ് റെസ്പോൺസ് ഇംപയർഡ് ആണ്. അതുകൊണ്ട് അത് അഡിസോണിയൻ ക്രൈസിസിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഒരു കാം ആൻഡ് ക്വയറ്റ് എൻവിറോൺമെന്റ് ആയിരിക്കണം പേഷ്യന്റിന് കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇത്രയും പോയിന്റുകളാണ്, ഇത്രയും കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, അഡിസൺസ് ഡിസീസ് ഉള്ള രോഗിക്ക് എന്തൊക്കെ സംഭവിക്കും? ഹൈപ്പോടെൻഷൻ, ഹൈപ്പോനെട്രീമിയ, ഹൈപ്പർകാലീമിയ. ഓക്കെ, ആൻഡ് സ്ട്രെസ് ബാലൻസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ട്രിഗർ അല്ലെങ്കിൽ ഇറ്റ് വിൽ പ്രോഗ്രസ് ടു അഡിസോണിയൻ ക്രൈസിസ്. സോ വി ഷുഡ് ഓൾവേസ് ഗീവ് എ കാം ആൻഡ് ക്വയറ്റ് എൻവിറോൺമെന്റ്. സത്യം പറഞ്ഞാൽ അഡിസൺസ് ഡിസീസ് എന്നുള്ള കണ്ടീഷൻ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഇത്രയാണ് മെയിൻ പോയിന്റുകൾ. ഈ മെയിൻ പോയിന്റുകൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ എന്നും പറയാറുള്ളത് പോലെ തിയറി ക്ലാസ്സസ് കംപ്ലീറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സ് കൂടെ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതുപോലെ ഇംപ്രൻസ് അക്കാദമി എത്രയും വേഗം തന്നെ ക്രാഷ് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങൾ ഒഫീഷ്യലി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അത് അഡ്വർടൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.